ഇതാണ് നമ്മുടെ പുതിയ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുള്ള. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ കയറുക, ഇത് ചെക്ക് ചെയ്യുക. 100 ക്വസ്റ്റ്യൻസ്, 1.5 മണിക്കൂർ, 100 മാർക്സ്. ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതിൻ്റെ റിപ്പോർട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൊടുക്കാം, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, അടുത്തതിലേക്ക് പോവുക. അങ്ങനെ ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ 2 ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. കണ്ടോ, എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട്, കറക്റ്റ് ആൻസർ എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ, കറക്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. കണ്ടോ, എന്തുകൊണ്ട് തെറ്റി, അതിൻ്റെ എക്സ്പ്ലനേഷൻ, സൊല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ ഇനി നമ്മുടെ മുമ്പിൽ 10-11 ദിവസം മാത്രമാണുള്ളത്. സോ ഇനി വരുന്ന ഈ ഒരു 10 ദിവസങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം, സോ ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. MCQs ആൻഡ് മോക്ക് ടെസ്റ്റ് ബാച്ച് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് മാത്രം വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ വെറും 100 രൂപയ്ക്ക് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റും ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി 10-11 ദിവസം, 10 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ ബേസിൽ പഠിക്കുന്ന കുട്ടികൾ ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത്, പഠിക്കുമ്പോൾ നമ്മുടെ സിലബസ് പ്രോപ്പറായിട്ട് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. സിലബസ് വിട്ടിട്ട് വേറെ ഒന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ആദ്യം പറയാനുള്ള. കുറേ കുട്ടികൾ ആവശ്യമില്ലാത്ത കുറേ ഏരിയാസ് ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ മൊത്തം പഠിക്കുന്നുണ്ട്. മൊഡ്യൂളിൽ പറഞ്ഞ കാര്യം മാത്രം പഠിക്കുക. ഇപ്പോൾ നമ്മുടെ 10 മൊഡ്യൂളിൽ തിയറി മൊഡ്യൂളായിട്ടുള്ള മാനേജ്മെൻറ്റ് ആണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ, മാനേജ്മെൻറ്റിൽ സബ്ജക്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ പഠിക്കരുത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഇക്കണോമിക്സ് ആണെങ്കിൽ ഇത് മാത്രം നോക്കി പോവുക. ഇതിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ സാധാരണ കണ്ടുവരാറ്. സിലബസ് വിട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഇടാറില്ല. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. 10 മൊഡ്യൂളിൽ നിന്നും ഈക്വൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ടിങ് ആണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അത് മാത്രം ഇരുന്ന് പഠിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. തിയറി അതുപോലെ തന്നെ പ്രോബ്ലം എല്ലാത്തിനും, എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമുക്കൊരു എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പഠിച്ച് കഴിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കാണ് ഞാൻ പറയുന്നത്, ആദ്യം തിയറി മൊഡ്യൂൾസ് പഠിച്ച് അവസാനിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തിയറി മൊഡ്യൂൾസ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആവട്ടെ, അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓഡിറ്റിങ്, ഈ പറയുന്ന 6 മൊഡ്യൂൾസ് ക്വിക്കായിട്ട് പഠിച്ച് അവസാനിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഗുണം, ഈ 6 മൊഡ്യൂൾസ് ക്വിക്കായിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ ഷോർട്ട് സെഷൻ കൊണ്ടാണ് ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ MCQs, മോക്ക് ടെസ്റ്റൊക്കെ. പിന്നെ ഈ പറയുന്ന പ്രോബ്ലംസ്, ഈ ഏരിയാസിനാണ് നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. 6 മൊഡ്യൂൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ 60 ചോദ്യങ്ങളുടെ ഒരു എഡ്ജ് കിട്ടി. പിന്നെ നമ്മൾ പ്രോബ്ലംസിലോട്ട് കിടക്കുക. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ. അല്ലാണ്ട് ഓർഡറിൽ പഠിച്ച് നേരം കളയരുത്. എപ്പോഴും ക്വിക്കായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം കഴിക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസിലോട്ട് കിടക്കുക.
അപ്പോൾ ഇതാണ് രണ്ടാമത് പറയാനുള്ള പോയിന്റ്. മൂന്നാമത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും MCQs അറ്റൻഡ് ചെയ്യണം, MCQs പ്രാക്ടീസ് ചെയ്യണം. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട്. നമുക്കൊരു എഡ്ജ് കിട്ടണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമ്മുടെ ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ഡിസ്കസ് ചെയ്ത് പോലാണ്. അപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് MCQ ഡിസ്കഷൻ. നാലാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് പഠിക്കണം നമ്പർ 1, നമ്പർ 2 MCQ ഡിസ്കഷൻ വേണം. ഇത് രണ്ടും മാത്രം പോരാ. നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യണത്. ഇത് കഴിഞ്ഞാൽ ഇനി ഈ എക്സാം വിളിക്കണമെങ്കിൽ 3-4 വർഷം കഴിയും. ജോബ് കിട്ടണമെങ്കിൽ നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറണം. അതിന് നിങ്ങൾ നിർബന്ധമായും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ. എന്താ മോക്ക് ടെസ്റ്റ്? 100 ചോദ്യങ്ങൾ 90 മിനിറ്റിന് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആവണം. എന്നാൽ മാത്രമേ എക്സാമുകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലത്തെ അതേ ചോദ്യങ്ങൾ എക്സാമിന് വരില്ലല്ല. നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടണം എക്സാം ചെയ്ത്. ഇനിയുള്ള 10 ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ ദിവസം ഓരോ മോക്ക് ടെസ്റ്റെങ്കിലും എടുക്കണം. ഇപ്പോൾ നമ്മുടെ ആപ്പിലൂടെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ 3 ബാച്ചാണുള്ള. ക്രാഷ് ബാച്ച് ഉണ്ട്, മോക്ക് ടെസ്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ അതുണ്ട്, മോക്ക് ടെസ്റ്റ് പ്ലസ് MCQ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നിർബന്ധമായും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ എക്സാം ഹോളിലെത്തി നമ്മൾ ഭയങ്കര സ്ലോ ആവും. ഓക്കെ, ഓരോന്നും ചെയ്ത് വരുമ്പോൾ ടൈം ഉണ്ടാവില്ല. പലതും അറ്റൻഡ് ചെയ്യാണ്ട് നമ്മുടെ ഇന്ന് മിസ്സായി പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും PSC എഴുതിയിട്ട് ലിസ്റ്റിലൊന്നും വരാത്ത കുട്ടികളുടെ മെയിൻ പ്രോബ്ലംസ് ഇതൊക്കെയാണ്. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ട്. ചിലർ ലിസ്റ്റിൽ സപ്ലിമെൻ്ററിലൊക്കെ വരും. മെയിൻ ലിസ്റ്റിലോട്ട് എത്താത്ത കാര്യം എന്താ? ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമാണ്. ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സബ്ജക്റ്റ് നോളജ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ മെയിൻ ലിസ്റ്റിലോട്ട് കയറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിപ്പോകണം. അതിനാണ് പറഞ്ഞ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക, 10 മൊഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ദെൻ MCQs പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ദെൻ നമ്മുടെ എക്സാം ടൈം വരുന്നത് മോർണിംഗ് 10:30 to 12:30, 11 മണി 10:30 എത്തണം. കറക്റ്റ് എല്ലാവരും ആ സമയത്ത് എത്താൻ ശ്രമിക്കുക. ദെൻ 11 to 12:30 അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു ടൈമിൽ എപ്പോഴും പഠിക്കാനും മോക്ക് ടെസ്റ്റ് ആ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങുക. നിങ്ങൾക്ക് ഈ ജോലി കിട്ടണം. അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയുള്ള 10 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ഇനി നമ്മുടെ ആപ്പിലൂടെ ഇത് എങ്ങനെയാണ് അവൈലബിൾ ആവാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ആപ്പ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. KCS ക്ലാസ്സസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതിന് 100 രൂപ മാത്രമാണ് വരുന്നത്. അതല്ല, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് മാത്രം മതിയെങ്കിൽ, ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു പുതിയ ബാച്ച് ഇട്ടിട്ടുണ്ട്. അതിലിപ്പോൾ 2 മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. കണ്ടോ, അപ്പോൾ ഓരോ ദിവസം ഇനി ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് മാത്രം വേണമെങ്കിൽ അതിൻ്റെ ബാച്ചിന് 1000 rupees വരുന്നത്. ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ MCQs 10 മൊഡ്യൂളിൻ്റെയും MCQs അതിൻ്റെ PDF ഇതൊക്കെ വേണമെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരുന്നത്. നോക്കിയാൽ കാണാം. കണ്ടോ, ഇൻകം ടാക്സ് അതിൻ്റെ PDF, അതിൻ്റെ MCQ ഡിസ്കഷൻ, അങ്ങനെ 10 മൊഡ്യൂളിൻ്റെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇപ്പോൾ മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓരോ ദിവസം ഇനി നമ്മൾ ഓരോ ദിവസം മോക്ക് ടെസ്റ്റ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഏകദേശം ഒരു 10-15 എണ്ണം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്രാഷ് ബാച്ച് ആണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. നോക്കിയാൽ കണ്ടോ, 10 മൊഡ്യൂളിൻ്റെയും ക്ലാസ്സസ്, അതിൻ്റെ ഫയൽസ്, ഡീറ്റെയിൽസ്, മോക്ക് ടെസ്റ്റ് എല്ലാതും ഉണ്ടായിരിക്കും ക്രാഷ് ബാച്ച്. ഇതാണ് നമ്മുടെ പുതിയ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ കയറുക. ഇത് ചെക്ക് ചെയ്യുക. 100 ക്വസ്റ്റ്യൻസ്, 1.5 മണിക്കൂർ, 100 മാർക്സ്. ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നു. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ.
അതിൻ്റെ റിപ്പോർട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, അടുത്തതിലേക്ക് പോവുക. അങ്ങനെ ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ 2 ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. കണ്ടോ എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട്, കറക്റ്റ് ആൻസർ എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ, കറക്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. കണ്ടോ എന്തുകൊണ്ട് തെറ്റി, അതിൻ്റെ എക്സ്പ്ലനേഷൻ, സൊല്യൂഷൻ ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനലി ഇത് എത്ര ടൈം എടുത്തു എന്നുള്ളതിൻ്റെ സെപ്പറേറ്റ് റിപ്പോർട്ടും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി 7 മണിക്ക് ഡെയിലി MCQs അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ 3 ബാച്ചസ് ഞാൻ പറഞ്ഞു. മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ അത് മോക്ക് ടെസ്റ്റ് പ്ലസ് MCQ, ക്രാഷ് ബാച്ച് ഇതിലേതാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.